ഡൽഹിയിൽ നടന്ന ഒരു സംഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഡൽഹിയിലെ ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് ഓഖ്ല. 2008 പാർലമെൻറ്റ് ഇലക്ഷൻ വരാൻ പോകുന്നു. ഡൽഹിയിലെ ഓഖ്ല എന്ന് പറയുന്ന മണ്ഡലത്തിലെ ജനസംഖ്യ എത്രയായിരുന്നു എന്നറിയാമോ? ഡൽഹി തന്നെ ഒരു കൊച്ചു സംസ്ഥാനമാണല്ലോ. 55,000 പേർ. കോൺഗ്രസ് പാർട്ടി ഒരു തരത്തിലും ജയിക്കാത്ത ഒരു മണ്ഡലം. അപ്പോൾ ഡീലിമിറ്റേഷൻ നടക്കുന്ന സമയമാണ് മണ്ഡല പുനഃക്രമീകരണം. ഓഖ്ല മണ്ഡലം പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഏതായത് ബർദാർപൂർ, കൽക്കാജി, തുഗ്ലക്ബാദ് തുടങ്ങിയുള്ള പ്രദേശങ്ങൾ ഈ ഓഖ്ലയോട് കൂട്ടിച്ചേർത്തു. അതുമാത്രമല്ല, അതുകൂടാതെ ജാമിയ നഗർ, ബാട്ല ഹൗസ്, ഷഹീൻ ബാഗ്, അബ്ദുൾ ഫസൽ എൻക്ലേവ്, നൂർ നഗർ തുടങ്ങിയ പ്രദേശങ്ങൾ കൂടി ചേർത്തു. അങ്ങനെ ചേർത്തപ്പോൾ ഓഖ്ല മണ്ഡലത്തിൻ്റെ ജനസംഖ്യ 3 ലക്ഷമായി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ബർദാർപൂർ, കൽക്കാജി, തുഗ്ലക്ബാദ് തുടങ്ങിയ സ്ഥലങ്ങളും ജാമിയ നഗർ, ബാട്ല ഹൗസ്, ഷഹീൻ ബാഗ്, അബ്ദുൾ ഫസൽ എൻക്ലേവ്, നൂർ നഗർ തുടങ്ങിയ സ്ഥലങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ സ്ഥലങ്ങളാണ്. ഇത്രയും സ്ഥലങ്ങൾ 55,000 മാത്രം ഉണ്ടായിരുന്ന ഓഖ്ലയോട് കൂട്ടിച്ചേർത്തപ്പോൾ ജനസംഖ്യ 3 ലക്ഷമായി. മഹാഭൂരിപക്ഷം മുസ്ലിം വോട്ടർമാരായി. കോൺഗ്രസ് സ്ഥാനാർത്ഥി പാട്ടും പാടി ജയിച്ചു. മണ്ഡല പുനർനിർണയം വഴി കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും 1952, 63, 73 കോൺഗ്രസ് ഭരണകാലത്ത് ഇങ്ങനെ മണ്ഡല പുനഃക്രമീകരണം നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ പഞ്ചായത്തുകളുടെ വാർഡുകൾ മാറ്റിമറിച്ചില്ലേ? അവർക്ക് ജയിക്കുന്ന സ്ഥലം കൂട്ടിച്ചേർത്ത്, തോക്കുന്ന സ്ഥലം മാറ്റി, BJPക്ക് എവിടെയെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത്തരം വോട്ടർമാരെയൊക്കെ തിരഞ്ഞുപിടിച്ച് ആ വാർഡിൻ്റെ അത്രയും കഷ്ണം വേറെ വാർഡിലാക്കി ഒക്കെ മണ്ഡല പുനർനിർണയം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മണ്ഡലങ്ങളെ പുനഃക്രമീകരിക്കുന്നതിന് ജെറിമാൻഡറിങ് എന്നാണ് പറയുന്നത്. ഗറിമാൻഡറിങ് എന്നും പറയും. ചിലർ ജെറി എന്ന് പറയും, ചിലർ ഗറി എന്ന് പറയും. ഗറിയാണ് ശരി. ഈ ഗറിമാൻഡറിങ് നടത്താൻ കേന്ദ്ര സർക്കാർ പദ്ധതി ഇടുന്നു. എന്നും ഓഖ്ല മണ്ഡലം ഉൾപ്പെടെ നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇത് ചെയ്ത ആളുകൾ ഇപ്പോൾ ഗറിമാൻഡറിങ് എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. അതായത് ഡീലിമിറ്റേഷൻ ബില്ല്, മണ്ഡല പുനഃക്രമീകരണ ബില്ല് ഈ നടപ്പു സമ്മേളനത്തിൽ അല്ലെങ്കിൽ 13-ാം തീയതി മുതൽ 18-ാം തീയതി വരെ മറ്റോ വിളിച്ചു കൂട്ടുന്ന പ്രത്യേക സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്നു. ജനാധിപത്യം തകരാൻ പോകുന്നു. നരേന്ദ്രമോദിക്ക് ഇനിയുള്ള അടുത്ത തെരഞ്ഞെടുപ്പിലൊക്കെ അങ്ങ് ജയിക്കാൻ വേണ്ടിയിട്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇവരൊക്കെ ആണയിടുന്ന ആ പുസ്തകമുണ്ടല്ലോ, മറ്റേ പപ്പു കൊണ്ടു നടക്കുന്ന കൊച്ചു പുസ്തകം, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 82 പറയുന്നത് എന്താണെന്നറിയോ? ഓരോ സെൻസസിന് ശേഷവും ജനസംഖ്യാനുപാതികമായി സീറ്റ് വിഭജനവും മണ്ഡല പുനഃക്രമീകരണവും നടത്തണം. ഇപ്പോൾ സെൻസസ് നടക്കുകയാണ്, 2026 സെൻസസ്. അപ്പോൾ ആർട്ടിക്കിൾ 82 പ്രകാരം സെൻസസ് പൂർത്തിയായാൽ ഉറപ്പായും എന്ത് ചെയ്യണം? ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങൾ പുനഃക്രമീകരിക്കണം. വാർഡുകൾ. അപ്പോൾ മണ്ഡലം ശരി, ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പുനഃക്രമീകരിച്ചു, അതിന് ഈ മണ്ഡലങ്ങളുടെ അതിർത്തി മാറ്റണോ, എണ്ണം കൂട്ടണോ? യഥാർത്ഥ ചോദ്യമാണ്. എന്താണെന്നറിയോ? സെൻസസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ കണക്കെടുപ്പാണല്ലോ. നമ്മുടെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സാധാരണ 10 ലക്ഷം പേർക്ക് ഒരു MP എന്നാണ് കണക്ക്. അതായത് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളുടെയും വോട്ടിന് ഒരേ വിലയായിരിക്കണം. പക്ഷേ വടക്കേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും 30 ലക്ഷം പേർക്കാണ് ഒരു MP. അപ്പോൾ അത്തരം മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ വോട്ടിൻ്റെ മൂല്യം 10 ലക്ഷത്തിന് ഒരു MP കിട്ടുന്ന സ്ഥലങ്ങളുടെ വോട്ടിൻ്റെ വാല്യൂ ആയിട്ട് നോക്കുമ്പോൾ 1/3 കുറവായിരിക്കും. അത് ജനാധിപത്യമല്ല. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഒറ്റ വോട്ട് ഒരേ വില. ഇത് ഭരണഘടന പറയുന്നതാണ്. അത് നടപ്പാക്കണം. സെൻസസിൻ്റെ ഭാഗമായി ഇത് നടപ്പാക്കിയേ പറ്റൂ. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. 1951 സെൻസസ്. അന്ന് ഇന്ത്യയുടെ ജനസംഖ്യ 36,01,00,000. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 494. 1961 സെൻസസിന് ശേഷം അത് 522. 1971 പിന്നീട് ഈ മണ്ഡല പുനഃക്രമീകരണം അങ്ങ് മരവിപ്പിച്ചു. 42ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നിട്ട് അത് തൽക്കാലം ജനസംഖ്യ നിയന്ത്രിക്കാനുള്ള പരിപാടിയെല്ലാം നടപ്പാക്കിയതിന് ശേഷം മതി
ഇനി സെൻസസും മണ്ഡല പുനഃക്രമീകരണവും എന്ന് തീരുമാനിച്ചു. അങ്ങനെ സഞ്ജയ് ഗാന്ധിയുടെ നിർബന്ധിത കുടുംബാസൂത്രണമൊക്കെ നമുക്കറിയാലോ. അങ്ങനെ കുടുംബാസൂത്രണമൊക്കെ നടപ്പാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ സഹകരിച്ചത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമാണ്. ജനസംഖ്യ പൂർണ്ണമായും നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര അടക്കമുള്ള സംസ്ഥാനങ്ങൾ. പക്ഷെ വടക്കേ ഇന്ത്യയിൽ ജനസംഖ്യ കൂടി. ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ കുറഞ്ഞു, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ കൂടി. അപ്പോൾ 2001 സെൻസസ് നടന്നു. 2001 സെൻസസ് നടന്നുവെങ്കിലും അന്ന് മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയിച്ചു. എന്ത്? സീറ്റുകൾ കൂട്ടാതെ. 2026 വരെ മണ്ഡലങ്ങളുടെ പുനഃക്രമീകരണം, സീറ്റുകൾ കൂട്ടുന്ന കാര്യം ജനസംഖ്യ കൂടുന്നതനുസരിച്ച് അവരുടെ പ്രാതിനിധ്യം കൂട്ടുക എന്ന വ്യവസ്ഥ 2026 വരെ മരവിപ്പിച്ച് 84ാം ഭരണഘടന ഭേദഗതി കൊണ്ടുവന്നു. അപ്പോൾ ഈ 2026 കഴിഞ്ഞു. 2026 വരെ പാർലമെന്റിലെ സീറ്റുകളുടെ എണ്ണം കൂട്ടരുത് എന്നാണ് നിയമം, ഭരണഘടന പറയുന്നത്. 2026 കഴിയുമ്പോൾ, ഈ സെൻസസ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പാർലമെന്റിലെ സീറ്റുകളുടെ എണ്ണം ജനസംഖ്യ ആനുപാതികമായി വ്യത്യാസപ്പെടുത്തണം. അതിനാണ് കേന്ദ്ര സർക്കാർ ഡീലിമിറ്റേഷൻ ബില്ല് കൊണ്ടുവരുന്നത്. ജനസംഖ്യ അനുസരിച്ച് സീറ്റുകളുടെ എണ്ണം പുനഃക്രമീകരിക്കണം. ഇതുകൂടി കണക്കിലെടുത്താണ് നമ്മുടെ പുതിയ പാർലമെന്റ് മണ്ഡലത്തിൽ 888 സീറ്റുകളാണുള്ളത്. മണ്ഡല പുനഃക്രമീകരണം 2026 നടപ്പാക്കേണ്ടി വരും, സീറ്റുകളുടെ എണ്ണം കൂട്ടേണ്ടി വരും എന്നുള്ള മുൻ കാഴ്ചപ്പാടോടുകൂടി നിയമം അങ്ങനെയാണ്, ഭരണഘടന അങ്ങനെയാണ്. അതനുസരിച്ച് പാർലമെന്റിൽ 888 സീറ്റുകൾ വരെ കൂട്ടാനുള്ള സീറ്റുകൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്ര ആളുകൾക്ക് ഇരിക്കാം എന്ന തരത്തിലാണ് പുതിയ പാർലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായും ഇത് ചെയ്തല്ലേ പറ്റൂ. ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ജനസംഖ്യാ നിയന്ത്രണം 1971 നിയമപ്രകാരം ജനസംഖ്യ കുറയ്ക്കാനുള്ള നടപടിയെടുത്ത സംസ്ഥാനങ്ങളെ ശിക്ഷിക്കേണ്ടി വരും. കേരളത്തെ ശിക്ഷിക്കണം, തമിഴ്നാടിനെ ശിക്ഷിക്കണം, കർണാടകയെ ശിക്ഷിക്കണം, ആന്ധ്രാപ്രദേശിനെയും തെലങ്കാനയും ഒഡീഷയും ശിക്ഷിക്കണം, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കണം. എങ്ങനെയെന്ന് വെച്ചാൽ, ഡീലിമിറ്റേഷൻ ബില്ല് പാസാക്കി പുതിയ മണ്ഡല വിഭജനങ്ങളും പുതിയ സീറ്റുകളും ഉണ്ടാക്കുന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ഭരണഘടനാ ആർട്ടിക്കിൾ 82 പ്രകാരം സെൻസസ് പൂർത്തിയായ ഉടൻ ഓട്ടോമാറ്റിക്കലി സീറ്റുകളുടെ പുനഃക്രമീകരണം നടക്കും. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ കുറവായതുകൊണ്ട് ഇത്ര MP-മാർ വേണ്ട എന്ന നില വരും. കേരളത്തിൽ ഇന്നുള്ള 20 MP-മാരുടെ എണ്ണം 12 കുറയും. അതായത് 8 പേര് MP-മാരല്ലാതെ മാറും. കേരളത്തിൽ നിന്ന് ഇനി 12 MP-മാരേ ഉണ്ടാവുകയുള്ളൂ. തമിഴ്നാട്ടിൽ ഇപ്പോൾ ഉള്ള 39 പകരം 30 ഉണ്ടാവൂ. ആന്ധ്രയിലും തെലങ്കാനയിലും 17 തെലങ്കാനയിലും 25 ആന്ധ്രയിലും ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെ ചേർത്ത് 42 സീറ്റുണ്ട്. അതൊരു 34 സീറ്റിലേക്ക് താഴും. കർണാടകയിൽ 28, 22 കുറയും. സീറ്റുകൾ നഷ്ടപ്പെടും. ഈ ബില്ല് പാസ്സാക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പുതിയ സെൻസസിന്റെ കണക്ക് വരുന്ന 2026 സെൻസസിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്ന ദിവസം ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പോൾ എന്ത് ചെയ്യണം? സീറ്റുകൾ കൂട്ടിയല്ലേ പറ്റുള്ളൂ. സീറ്റുകൾ കൂട്ടണം. ഇതിന് സമ്മതിക്കില്ല. എന്താ സീറ്റ് കൂട്ടിയാൽ വടക്കേ ഇന്ത്യയിൽ സീറ്റ് കൂടും. ഇപ്പം തന്നെ വടക്കേ ഇന്ത്യയിൽ സീറ്റ് കൂടുതലല്ലേ. അങ്ങനെ കൂടിയാൽ സംഭവിക്കാൻ പോകുന്നത്, മോദിക്ക് പിന്നെ അടുത്ത ടൈം കിട്ടും, BJP പിന്നെയും ജയിക്കും. BJP ജയിക്കും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഭരണഘടനാ വ്യവസ്ഥ വേണ്ട. എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ ഭരണഘടനയാണ് എൻ്റെ പുസ്തകം എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കും. BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവും, അതുകൊണ്ട് ഭരണഘടന വേണ്ട എന്ന് പറഞ്ഞാൽ ഇവരിപ്പോഴേ ഭാവിയിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ തോക്കും എന്ന് സമ്മതിക്കുകയല്ലേ. ആലോചിച്ച് നോക്കിയേ. 2029 തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ജയിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും 2029 മണ്ഡലം കൂടിയാൽ ഞങ്ങൾ തോക്കും. അതെന്ത്? നിങ്ങൾ മണ്ഡലത്തിന് വോട്ടില്ലല്ലോ, ജനങ്ങൾക്കല്ലേ വോട്ടുള്ളത്. ഇപ്പോൾ ഉള്ള ജനങ്ങൾ തന്നെയല്ലേ മണ്ഡലങ്ങളിലേക്ക് വേറെ മാറി വന്നിട്ട് സീറ്റുകൾ കൂടുമ്പോൾ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് അനുകൂലമായി രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ആളുകളാണ് ജനങ്ങളെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ MP-മാരെ കിട്ടില്ലേ. അപ്പോൾ മത്സരിച്ചാൽ തോക്കും എന്ന് ഉറപ്പാണ്. ഇപ്പോഴേ തോൽവി സമ്മതിക്കുകയാണ് ഡീലിമിറ്റേഷനെ എതിർക്കുന്നവർ. ഇത് മാത്രമല്ല, വലിയ പ്രതിസന്ധി ഉണ്ട് കേട്ടോ. 2029 വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഡീലിമിറ്റേഷൻ കൊണ്ടുവന്നിട്ട് വനിതകൾക്ക് 33% സംവരണം കൊടുക്കാൻ പോവുക.
അതും സഹിക്കുന്നില്ല. പലർക്കും ഇനി പാർലമെൻറ്റിൽ മത്സരിക്കാൻ പറ്റില്ല. വനിതകൾക്ക് സീറ്റ് കൊടുക്കേണ്ടി വരും. അതും സഹിക്കാത്തതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പോലൊന്നും അല്ലെന്നേ. സ്ത്രീ സമത്വം, പുരോഗതി എന്നൊക്കെ പറയും. പക്ഷേ സ്വന്തം മണ്ഡലം വനിതാ മണ്ഡലമായിപ്പോയ ആ മണ്ഡലം നട്ട് നനച്ച് അവിടെ കൊള്ളയടിച്ച് പുട്ടടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പിന്നെ എന്ത് ചെയ്യും? വേറെ മണ്ഡലത്തിൽ പോയാൽ ജയിക്കത്തുമില്ല. ഇവിടെ എന്തെങ്കിലും ഉടായ്പൊക്കെ കാണിച്ച് ആളുകളെ പറ്റിച്ച് ജയിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് ഇത് പറ്റില്ല. ഞാൻ പറഞ്ഞതെന്നറിയോ, ഇനി 82 ആർട്ടിക്കിൾ 82 പ്രകാരം സെൻസസ് പൂർത്തിയായി അതിൻ്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ അനുച്ഛേദം 82 വ്യവസ്ഥ പ്രകാരം മണ്ഡല ക്രമീകരണം നടത്തിയേ പറ്റുള്ളൂ. അപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റ് കുറയും, വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റ് കൂടും. ഉത്തർപ്രദേശിലെ 80 സീറ്റുകൾ 92 സീറ്റായിട്ട് കൂടും. ബീഹാറിലെ 40 സീറ്റുകൾ 50 സീറ്റായിട്ട് മാറും. രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലെ 25, 29 സീറ്റൊക്കെ 30, 35 സീറ്റുകളായിട്ട് കൂടും ഓട്ടോമാറ്റിക്കലി. കാരണം അവിടെയൊക്കെ ജനസംഖ്യ കൂടുതലാണ്. 10 ലക്ഷം പേർക്കല്ലേ ഒരു MPയെ വേണ്ടത്. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഈ ഡീലിമിറ്റേഷൻ ബില്ലിനെ എതിർക്കുന്ന? കേവലം രാഷ്ട്രീയമാണ്. ഗെറിമാൻഡറിങ് നടത്തും BJP സർക്കാർ. മനസ്സിലായോ? പക്ഷേ ഇവരത് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചെയ്യാതിരുന്നാൽ സംഭവിക്കാൻ പോകുന്നത് ഈ പാർട്ടികൾക്ക് വലിയ തിരിച്ചടിയാണ്. അതിവർ മനസ്സിലാക്കുന്നില്ല. അതിനാണ് അമിത്ഷാ പാർലമെൻറ്റിൽ പറഞ്ഞത്, ഒരു കാര്യം ചെയ്യൂ, ഈ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് 50% സീറ്റ് കൂട്ടിത്തരാം. അതായത് ഇവിടെ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ 20 സീറ്റ് എന്നുള്ളത് 30 ആക്കാം. തമിഴ്നാട്ടിൽ 39 എന്നുള്ളത് അതിന് 50% കൂട്ടിത്തരാം. കർണാടകയിലെ 28 എന്നുള്ളത് ഒരു 14 സീറ്റ് കൂടെ കൂട്ടിത്തരാം. നിങ്ങളത് സമ്മതിക്ക് എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കത്തില്ല. അവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അറിയോ? പണ്ട് പറഞ്ഞില്ലേ, 84 ഭരണഘടനാ ഭേദഗതി പ്രകാരം മണ്ഡല പുനഃക്രമീകരണം 2026 വരെ ഫ്രീസ് ചെയ്തല്ലോ. അതുകൊണ്ട് വേണമെങ്കിൽ ഒരു 25 വർഷം കൂടി മണ്ഡല പുനഃക്രമീകരണം സീറ്റ് കൂട്ടൽ ഫ്രീസ് ചെയ്യണം. കാരണം അതിനിടയ്ക്ക് എപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാലും BJP ജയിക്കും, മോദി ജയിക്കും. അതുകൊണ്ട് മിനിമം ഇവർ ആഗ്രഹിക്കുന്നത് മോദിയുടെ കാലം കഴിയുന്നത് വരെ, നരേന്ദ്രമോദി ചിലപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്നത് വരെ ഇനി ഈ മണ്ഡല പുനഃക്രമീകരണവും സീറ്റ് കൂട്ടലും പാടില്ല എന്നായിരിക്കും ഇവർ പറയുന്നത്. പക്ഷെ DMKക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് കേട്ടോ. തമിഴ്നാടിന് നഷ്ടം ഉണ്ടാവരുത്. തമിഴ്നാട് നഷ്ടം ഉണ്ടാവാതെ ഈ 50% കൂട്ടിത്തരാമെന്ന് അമിത്ഷാ പറയുന്നത് ശരിയാണെങ്കിൽ ഞങ്ങൾ ഒരു കൈ നോക്കാം എന്ന ലെവലിലേക്ക് മാറിയിട്ടുണ്ട് DMK. ഏതായാലും പാർലമെൻറ്റിൻ്റെ ഈ സമ്മേളനം വളരെ നിർണായകമായ സമ്മേളനമാണ്. അതിൽ ഇത് പാസ്സാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ജനാധിപത്യത്തിൻ്റെ സത്തയ്ക്ക് ഭരണഘടന ആണ് പ്രധാനം എന്ന് പറയുന്ന ആളുകൾ ഭരണഘടന വ്യവസ്ഥ ചെയ്തിരിക്കുന്ന കാര്യമാണ് സെൻസസ് ഫലം പുറത്തു വരുമ്പോൾ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടണം എന്നുള്ളത് എന്ന് മനസ്സിലാക്കണം. ഇത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. അതിനാണ് ഞാൻ ഓഖലയുടെ കഥ ആദ്യം പറഞ്ഞത്. ഇന്ത്യ ലൈവ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് കൂടിയാണ്. നമ്മൾ ആശയപരമായി മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് പറയാൻ കൃത്യമായ പോയിൻറ്റ്സ് വേണം. നമ്മളിപ്പോൾ എല്ലാ വീഡിയോകളിലും ധാരാളം ഇൻഫോഗ്രാഫിക്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. കാരണം ഇത് അത്യാവശ്യം വളരെ കൃത്യമായി ആധികാരികമായി പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ്, വിവരങ്ങൾ എത്തിക്കുന്ന ഒരു ചാനലാണ് എന്ന തരത്തിലേക്കാണ് ഞങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കൂടെ ഉണ്ടാവണം. നമ്മൾ കൂടുതൽ മികച്ച കോണ്ടൻറ്റുമായി നമ്മൾ ഇന്ത്യ ലൈവ് വീണ്ടും വരും. നിങ്ങൾ കൂടെ ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചെയ്യണേ.